നടൻ ജയറാമിനെ ഒരിക്കൽ ചോദ്യം ചെയ്ത് SIT വിട്ടു. ഇപ്പൊ എല്ലാത്തിലും വന്ന വാർത്തയാണത്. ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലെത്തിയ SIT വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ജയറാമിനെ അറസ്റ്റ് ചെയ്യത്തക്ക തരത്തിലുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് SIT പറയുന്നത്. SIT ആയിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം ആരെ രക്ഷപ്പെടുത്തണം. നേരത്തെ തന്നെ SITയിൽ ഒരു ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. VIP ആയതുകൊണ്ട് ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട എന്നും വിളിപ്പിക്കണമെന്നുള്ള ഒരു ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ജയറാമും ഇപ്പോൾ ഒരു ആരോപണ വിധേയനാണ്. പക്ഷേ ഈ ജയറാമിനെ കുടുക്കാൻ ചിലർ ശ്രമിക്കുന്നു. അതായത് ഈ ജയറാം അറസ്റ്റിലായാൽ മാധ്യമങ്ങളിൽ മുഴുവൻ ആ വാർത്തയാകും. ജയറാമിനെ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൈവുകളായിരിക്കും മിക്കവാറും എല്ലാ ചാനലിലും. അതുവഴി ഈ സ്വർണ്ണക്കൊള്ളയിലെ മറ്റ് ചിലരെ രക്ഷപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായിരിക്കും? അല്ല, ഇതിനകത്തൊന്നും വേണ്ട, ജയറാം പ്രതിയാക്കാം. കാരണം ഇതിനകത്ത് ജയറാം അറിഞ്ഞുകൊണ്ടാണല്ലോ ശബരിമലയിലെ വാതിൽപ്പടിയും ശബരിമല ദ്വാരപാല ശില്പമാണ് എൻ്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതെന്ന് ജയറാം അറിഞ്ഞുകൊണ്ടാണല്ലോ. അത്രയും മാത്രം മതി അതിനകത്ത് ജയറാമിനെ കൂട്ടുപ്രതിയാക്കാൻ, ജയറാമിനെ അറസ്റ്റ് ചെയ്യാൻ. അപ്പം ജയറാമിനെ ചോദ്യം ചെയ്തതിന് ശേഷം SIT സംഘം തിരിച്ചു പോകുന്നു, ജയറാമിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് SIT തീരുമാനിക്കുക. അതിനാണ് അന്വേഷണ സംഘം. അപ്പോൾ SIT തീരുമാനിച്ചിരുന്ന പലരെയും അങ്ങനെയല്ല എന്ന് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇഡി വന്നപ്പോൾ 35 പ്രതികൾ ഉണ്ടാകുന്നു. 3 സംസ്ഥാനങ്ങളിൽ കൂടി നടക്കുന്ന കൊള്ളയാണ്. ഈ കൊള്ളയ്ക്കകത്ത് പങ്കെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടെ മാത്രമല്ല കൊള്ള നടത്തിയിട്ടുണ്ട് ഉള്ളത്, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പല അമ്പലങ്ങളിലും ഇനി കൊള്ള നടത്തിയിട്ടുണ്ടെന്നും അവരെന്ന് ഈ SIT ഇതുപോലെ കുഴപ്പമില്ല, നമ്മൾ പറയത്തില്ലേ, നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത അവൻ്റെ പേരെന്ന് ഡി മണി, അതായത് ദാവൂദ് മണി എന്നോ ദുബായ് മണി എന്നൊക്കെ പറയുന്ന ആള് അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം SIT ഇപ്പം ഈ കേസ് കൈകാര്യം ചെയ്യുക, ഹൈക്കോടതി പറയുന്ന SITയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന്. അത് പറയാനൊക്കത്തില്ല, ഗതികെട്ട് പറയത്തില്ലേ, ശരിയാ ഞങ്ങൾ അവർ വെച്ചതാ, പിന്നെ അവർക്ക് പറയാനൊക്കെ ഇത് മോശമാണ്, എല്ലാം തൃപ്തികരമാണെന്ന് അപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു തൃപ്തി നമ്മൾ കാണുന്നത്. എല്ലാ താണ്ട് ഓരോന്ന് വാലേ ഇറങ്ങിപ്പോന്നു. വളരെ ഗൗരവത്തിൽ, അല്ലെങ്കിൽ കേട്ടവരും കണ്ടവരും വിചാരിച്ചവരും ഒക്കെ കണ്ട ഗൗരവമൊന്നും SIT അതിനകത്ത് കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രാപ്തമായിട്ട് ഒന്നുമില്ലെന്നല്ലേ സിനു അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ഇപ്പം ഭൂരിഭാഗം ഇറങ്ങി, കഴിഞ്ഞ ദിവസം വേറൊരാൾ ഇറങ്ങി, 90 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും ജാമ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയതിന്റെ പേരിൽ അയാൾ ഇതൊന്നും അറിഞ്ഞില്ല. ആ നടന്ന കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീകുമാർ ഉണ്ടായിരുന്നു പോലും ഇല്ല അതിന്റെ കീഴിൽ ഒപ്പിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാധനം എടുത്തു വെച്ച് പൂജ ചെയ്തോന്നെ എന്താ ജയറാമിനെ വെറുതെ വിട്ടെ? അങ്ങനെ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസം അകത്ത് വെക്കാമെങ്കിൽ ഈ ജയറാമിന്റെ പേരില്ലേ, കൂട്ടുപ്രതി ഇല്ലേ ജയറാം, കളവ് മുതൽ കൈവച്ചിരുന്നതെല്ലാം അറസ്റ്റിലാവും. ജയറാം പറയുന്നത് 40 വർഷമായിട്ട് ഞാൻ ശബരിമലയിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. അവിടെ വെച്ച് കണ്ട് പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടൊന്നുമില്ല. പക്ഷേ ഈ ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളിയും ഒക്കെ എൻ്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തി. അങ്ങനെ പൂജ ചെയ്താൽ വീട്ടിൽ ഒരുപാട് പുണ്യം ഉണ്ടാകും, അല്ലെങ്കിൽ വീടിന് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ശബരിമലയിൽ ചാർത്താനുള്ള ഈ സ്വർണ്ണപ്പാളികൾ പൂജിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായി കാണുമല്ലോ. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ സാധനം, അതായത് ഇതേ സ്വർണ്ണപ്പാളികൾ മറ്റ് വ്യവസായികളുടെ വീട്ടിൽ കൊണ്ടുചെല്ലുമ്പോൾ എന്ത് പറയും? നടൻ ജയറാമിൻ്റെ വീട്ടിൽ വരെ ഇത് വെച്ച് പൂജിച്ചു. നടൻ ജയറാമിൻ്റെ വീട്ടിൽ നടത്തിയ പൂജ ചെറുതല്ല, വലിയ പൂജയായിരുന്നു. ശിവമണി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്ന അതിൻ്റെ ഈ മന്ത്രോച്ചാരണത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഒരു ചെറിയ പൂജയല്ല നടന്നത്, വലിയ പൂജകളാണ് നടന്നത്. അപ്പോൾ ജയറാം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. മാത്രമല്ല, ജയറാം പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ച് ഈ പൂജ നടത്തി, ഇതൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, ഇതെല്ലാം ഒരേ ദിവസം കൊണ്ടുവന്നു എന്ന നിലയിലാണ് ജയറാം പറഞ്ഞത്. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഒരേ ദിവസമല്ല. അപ്പോൾ ജയറാം എന്തിനോ കള്ളം പറയുന്നുണ്ടല്ലോ. എന്തിനാ ജയറാം കള്ളം പറയുന്നത്? ജയറാം കള്ളം പറയുന്നത് കള്ളത്തരം കാണിച്ചിട്ടാ. നേരത്തെ പറഞ്ഞില്ല. ഇപ്പൊ അതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഇയാളൊക്കെ ഈ മൊഴി കൊടുക്കുന്നത്, മൊഴി വെളിവിടുമ്പോഴും സാധാരണ വരുന്നത് എനിക്ക് ചോദിക്കുന്നത് ഇത് ആരാടെ ഉണ്ണികൃഷ്ണൻ പോറ്റി? അടിച്ചു കളിക്കാരൻ. ഇതുപോലെ എത്ര പേര് ശബരിമല, ഇയാൾ പറഞ്ഞല്ലോ 40 കൊല്ലം കൊണ്ട് ഇയാൾ ശബരിമല പോവാന്ന്. ഇയാൾ ശബരിമല പോകുമ്പോൾ ഇയാൾ സെലിബ്രിറ്റിയാ. ഇയാളുടെ അടുത്ത് എത്ര പേർക്ക് ചെല്ലാൻ പറ്റും? ഇയാളുടെ അടുത്ത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെല്ലുന്നത്? ഇത്രയും ചോദ്യമില്ല. ഇയാളുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സോണിയാഗാന്ധി എടുത്തിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഈ അടൂപ്രകാശിന്റെ അടുത്ത് ചെല്ലുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ നമ്മുടെ ആന്റോണിന്റെ അടുത്ത് ചെല്ലുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ കടകംപള്ളി അടുത്ത് ചെല്ലുന്നു? അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ഇവരെ ഈ VVIPകളെക്കാളൊക്കെ വലിയ കക്ഷിയാ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇവർക്ക് വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ചേർന്നുകൊണ്ട് പറഞ്ഞാൽ
കോടികളുടെ അഴിമതി നടത്താനുണ്ട്. അത് തന്നെയാണ് ജയറാമിനോട് സാധിച്ചേക്കുന്നത്. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കീഴ്ശാന്തി യഥാർത്ഥത്തിൽ അടിച്ചുകളിക്കാരെന്നുള്ള ലെവലിലുള്ള കണ്ടമാനം തിരുമേനിമാരുണ്ട്. നോട്ടെണ്ണത്തിന് വേണ്ടിയുണ്ട്. ഓരോ മേൽശാന്തിമാരും കീഴ്ശാന്തിമാരായിട്ടുണ്ട്. അതിനപ്പുറം ഇയാളെ മാത്രം ജയറാം കാണുന്നു, ഇയാളെ മാത്രം സോണിയാഗാന്ധി കാണുന്നു, ഇയാളെ മാത്രം എം പിമാർ കാണുന്നു, ഇയാളെ മാത്രം മന്ത്രിമാർ കാണുന്നു. തന്ത്രിയുടെ പുറകിൽ കിണ്ടിയുടെ വാല് പോലെ ഇയാൾ എപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കള്ളത്തരമുണ്ട്. നമ്മൾ എത്ര പറയുമ്പോഴും SITയുടെ അന്വേഷണം സുതാര്യമല്ല. ആ അന്വേഷണത്തിന് വ്യക്തമാകുന്നതാണ്. അന്വേഷണം സുതാര്യമല്ല. ഒരു സാധാരണ കേസ് പോലെ കേസ് പരിഹരിച്ചാൽ പോലും ഈ പറയുന്നത് പോലെ കടകംപള്ളികളെ കണ്ടുപിടിക്കാനുണ്ട്. ഇതുപോലുള്ള ആരോപണം വന്നിട്ടില്ല. കാരണം അതിനകത്ത് നിയമപരമായിട്ട് വരുമ്പോൾ മന്ത്രി എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം. എന്താണെന്നറിയോ, ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് തമ്മിൽ യാതൊരു ബന്ധമില്ല നിയമപരമായിട്ട്. അതൊരു അവർക്ക് മാത്രമുള്ളൊരു ബോഡിയാണ്. അതിനകത്ത് മന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയൊക്കെ കയറിയിരുന്ന് ഇപ്പൊ പങ്കെടുക്കുന്നില്ലയോ, അവർക്ക് അതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ രേഖപ്പെടുത്താൻ ഒക്കത്തില്ല. പഴയ അതിന്റെ നിയമം അങ്ങനെ രാജഭരണ കാലത്തുള്ള നിയമം അതേ രീതി തന്നെ നിൽക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ കാണാം. പക്ഷെ ഈ സാധനം വീട്ടിൽ വെച്ച് പൂച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ജയറാമിനെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ കടകംപള്ളി ജയറാമും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ വരുന്ന ഒരു ആരോപണം പറഞ്ഞാൽ ഇവനെ പിടിച്ചകത്ത് വെച്ചാലേ പണ്ട് ഇയാളെ എഴുന്നള്ളിച്ച പോലെ നല്ല റേറ്റിംഗ് കിട്ടും. ആരെ ദിലീപിനെ എഴുന്നള്ളിച്ച പോലെ, ഇപ്പൊ മാങ്കൂട്ടത്തിന് എഴുന്നള്ളിക്കുന്ന പോലെ. അതിനുവേണ്ടി വേണമെങ്കിൽ അങ്ങനൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും ആരെയും പേരിൽ ആരോപണവും വല്ല കാര്യങ്ങളും ഒക്കെ. ഇയാളുടെ അടുത്ത് പോയി ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, ഇയാളുടെ അടുത്ത് പോയി ഇയാളെ ചോദ്യം ചെയ്തെന്തിനാണെന്നറിയാം. ഇയാളെ അറസ്റ്റ് ചെയ്യാനല്ല, ഡീമണിയെ ചോദ്യം ചെയ്ത പോലെ ചോദ്യം ചെയ്യുക. ഇയാളെ സാക്ഷിയാക്കുമല്ല, കോടതി ചോദിക്കുന്നില്ല. ആരോപണം വന്നാൽ മൊഴിക്കാതെ കിടക്കുമല്ലോ. കോടതിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ആരോപണം വന്നു, ഞങ്ങൾ പരിശോധിച്ചു, മൊത്തം പരിശോധിച്ചു, അഴിച്ചിട്ട് പരിശോധിച്ചു, അപ്പൊ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ക്ലീൻ ചെയ്യുക. പണ്ട് ഇതിനകത്ത് ഇതുപോലെ ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും പുനരന്വേഷണം നമ്മൾ ഒരു കേസ് വന്നു അന്വേഷിച്ചു, അപ്പൊ അതിനെപ്പറ്റി നല്ല പല ആക്ഷേപം വരുമല്ലോ. പുനരന്വേഷണം പ്രഖ്യാപിക്കും. നമ്മളെല്ലാം വിചാരിക്കും കണ്ടോ പുനരന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്തോ, അതിനകത്ത് പെടുത്തിയിട്ടുള്ളവന്മാരെ മൊത്തം രക്ഷപ്പെടുത്താൻ. പുനരന്വേഷണത്തിൽ ഇവരാരും ഇതിനകത്തില്ല, തീർന്നു. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളപ്പം മനോരമയുടെ കേസുകൾ മൊത്തം തീർത്ത അങ്ങനെ. നിങ്ങൾ തിരക്കിയാൽ മതി, നിങ്ങൾ മനോരമയൊക്കെ ജോലി ചെയ്ത പുനരന്വേഷണമായിരുന്നു. പുനരന്വേഷണം ഒന്ന് വന്ന മറ്റേ അന്വേഷണത്തിന് പുനരന്വേഷണം വന്നു. പുനരന്വേഷണം വരെ വരത്തുള്ളൂ, അതിന്റെ റിസൾട്ട് പിന്നെ വരത്തില്ല. തീർന്നു. ആ അന്വേഷണം തീർന്നിട്ടില്ലേ പുനരന്വേഷണം, ആ മറ്റേ അന്വേഷണത്തിന് പിന്നെ വിലയില്ലാതെ. അപ്പം കുരുങ്ങിയ സാധനം കുരുക്കഴിച്ചു കൊടുക്കുക. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ജയറാമിന്റെ കാര്യത്തിൽ. നമ്മൾ വിചാരിക്കും ജയറാമിനെ പിടിക്കാനാണോ, ജയറാമിനെ പിടിക്കാനല്ല, ജയറാമിനെ കുരുക്കഴിക്കാനാണ്. ഈ പറയുന്ന മണിയുടെ കുരുക്കഴിക്കാനാണ്. SIT കളിക്കുന്ന കളി ഒരു പക്ഷേ ഇപ്പം ഈ പറയുന്ന കൊള്ള സംഘത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നോ? അതായത് കോടതി വളരെ വലിയ വലിപ്പത്തിൽ കോടതി നിരീക്ഷണത്തിൽ ഒരു SIT സംഘത്തെ വെച്ചിട്ട് സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞതുപോലെ അവസാനം സ്വർണ്ണക്കൊള്ള ഷൂ എന്ന് എഴുതേണ്ടി വരും. അതായത് രീതിയിലേക്കാണ്. ഇപ്പം വാലേ 90 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. മുരാരിബാബുവിൻ്റെ ചോദിച്ചപ്പോഴും അയാൾ എൻ്റെ അടുത്ത് കോടതിയൊന്നും പറയത്തില്ല, പക്ഷെ അയാൾ പറഞ്ഞ കാര്യം ഇതൊന്നും സംഭവിക്കാനില്ല, ഞങ്ങൾ അതുപോലെ എഴുതി വെച്ചേക്കുന്നത്. കോടതി വരുമ്പോൾ ഓക്കെ. വാസു ഇപ്പം വാസുവിനെ എത്ര വട്ടം വെച്ചേക്കാനൊക്കും, ഈ പറയുന്ന പപ്പനെ എത്ര വട്ടം പിടിച്ചു വെച്ചേക്കാനൊക്കും. ഇവരുടെ പേരിലൊന്നും റിപ്പോർട്ടില്ല. ഇവരുടെ പേരിൽ ആരോപിച്ചേക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവിടെ വേണം. പപ്പന്റെ പേരിലും ഇല്ല. പപ്പൻ തിരുത്തി എന്തിയ തെളിവ്? അതില്ല. അപ്പൊ പിന്നെ അയാൾക്ക് ജാമ്യം കിട്ടും, വാസൂനും കിട്ടും, ഇവർക്കെല്ലാം കിട്ടും. കോടതി ചോദിക്കുമ്പോൾ ഇവരെല്ലാം ഓക്കെ അന്വേഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോകും. അപ്പൊ കോടതിക്കൊന്നും ചെയ്യാൻ നിസ്സഹായാവസ്ഥയിൽ അതാ കോടതി അവസാനം സ്വർണ്ണപ്പാളികളും വാതിൽപ്പാളികളും ഒക്കെ തന്നെത്താനെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ പറന്നെത്തി അവര് തന്നെ അത് ഉരുക്കി, പിന്നെ അത് പിന്നെ വെള്ളി മറ്റേ സ്വർണ്ണം എല്ലാം എടുത്തിട്ട് ഇതാണ് ലാസ്റ്റ് SITയുടെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് അയ്യപ്പനെ പിടിച്ചകത്തിടാൻ പറ്റൂലല്ലോ, അത് ഒരു ഇതല്ലേ, പ്രതീകമല്ലേ. അതുകൊണ്ട് അതിനെ പിടിച്ചകത്ത് ബാക്കി എല്ലാവരും ക്ലീൻ, അവർക്കെല്ലാം ക്ലീൻ ഇമേജ് ആണ്. അത്രയും നടക്കും. ഇതിലിപ്പോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പേ, ഇതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അടിച്ചുതളിക്കാരനാണ്. ഇയാൾക്ക് അവിടെ പിന്നെ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ്. ഇയാളുമായിട്ട് ജയറാം അടുക്കണമെങ്കിൽ ഇയാൾ തന്ത്രിയുടെ ആളാണെന്ന് ജയറാമിന് അറിയണ്ടേ? ഒരുപാട് പരികർമ്മികൾ ഉണ്ടല്ലോ, അതിൽ ഇയാൾ പറഞ്ഞിട്ട് മാത്രം വീട്ടിൽ കൊണ്ട് വച്ചു എന്ന് പറയുമ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള അത്ര വലിയ അടുപ്പം തന്ത്രിയിലൂടെ അയക്കില്ലേ? മീഡിയേറ്റർ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്പോൺസർമാരെ മൊത്തം മീഡിയേറ്റ് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. തന്ത്രി അതായത് ഇയാള് വലിയ കക്ഷിയാ. ഇയാള്
കക്ഷിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് ബന്ധപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ ഇയാൾക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എന്നപ്പോ എന്തോ അയാൾ അയ്യപ്പ രൂപം കണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വപ്നത്തിൽ കണ്ടു. അയ്യപ്പൻ വന്ന് പറഞ്ഞു തോന്നുന്നു ജയറാമിന്റെ വീട്ടിൽ കൊണ്ട് ഇത് പൂജിക്കണം. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടപ്പോ അയ്യപ്പന്റെ കൂട്ട് തോന്നി ജയറാമിന്. ഒന്നുമല്ല. അപ്പൊ അത് ഒന്നുമല്ല. ഇയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം SITയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം ചെയ്യലെന്ന് മാത്രം കരുതിയാൽ.